السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الله الأمين وعلى آله وصحبه أجمعين. أما بعد، اللهم اغفر لنا ولمشايخنا وللوالدين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا. رب زدنا علما. اللهم افتح بالخير واجعل عاقبة أمورنا خير. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا. اللهم صل على محمد وعلى آل محمد وبارك وسلم عليه. اللهم صل على محمد وعلى آل محمد وبارك وسلم عليه. اللهم صل على محمد وعلى آل محمد وبارك وسلم عليه. നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രത്തെക്കുറിച്ച് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം 57ഓളം പാർട്ടായി അത്. ഉഹദ് യുദ്ധത്തിൻ്റെ അവസാനം വരെ എത്തി. അപ്പോൾ അതിൻ്റെ ആദ്യ ഭാഗങ്ങൾ ഈ വീഡിയോ ആയിട്ട് റെക്കോർഡിങ്ങിലില്ല. 37 ഭാഗം മുതലാണ് ഉള്ളത്. അപ്പോൾ റമദാനിൽ നമ്മൾ അതിൻ്റെ ഫസ്റ്റ് മുതൽ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് ഇടുന്നുണ്ട്. അപ്പോൾ 6 ഭാഗം ഇട്ട് ഇന്ന് 7ാമത്തെ ഭാഗം എടുക്കേണ്ടത്. അതാണ് റെക്കോർഡിങ് നടക്കുന്നത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് പറഞ്ഞ ഉസ്താദ് വേണമെങ്കിൽ പള്ളിയിൽ നിന്ന് തന്നെ എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ എടുക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പറഞ്ഞത്, ക്ലാസ് കേൾക്കുന്നവർക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 6ാം വയസ്സ് വരെയുള്ള സംഭവങ്ങളാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അതിന് ശേഷമുള്ളതാണ് പറയേണ്ടത്. ഒരു ഇസ്ലാമിക രാജ്യത്ത് മുസ്ലിമീങ്ങൾ മാത്രം പഠിക്കുന്ന സ്കൂളിൽ ഒരു ദിവസം ടീച്ചർ ഒരു കുട്ടിയോട് നമ്മുടെ നബിയുടെ പേരെന്താന്ന് ചോദിച്ചു. ചെറിയ കുട്ടി. നടന്ന സംഭവം. ആ കുട്ടി ഒന്നും മിണ്ടാതിരുന്നു. ടീച്ചർ ചോദിച്ചു, ഇത്രയും നാളായിട്ട് ഇസ്ലാമിക രാജ്യത്ത് താമസിക്കുന്ന, മുസ്ലിം ഫാമിലിയിൽ വളർന്ന് വലുതായ, ഇസ്ലാമിക് സ്കൂളിൽ പഠിക്കുന്ന നിനക്ക് നബിയുടെ പേര് അറിയില്ലേ? ദേഷ്യം പിടിച്ച ടീച്ചർ. എന്നിട്ട് തൊട്ടടുത്തിരിക്കുന്ന കുട്ടിയോട് ചോദിച്ചു, നമ്മുടെ നബിയുടെ പേരെന്താണ്? കുട്ടി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞു. എന്നിട്ട് ടീച്ചർ ഈ കുട്ടിയോട്, ഇപ്പോൾ കേട്ടോ, മനസ്സിലായോ എന്താ നബിയുടെ പേര് എന്ന് ചോദിച്ചു. അപ്പോഴും ഈ കുട്ടി ഒന്നും മിണ്ടിയില്ല. ടീച്ചറിന് വീണ്ടും ദേഷ്യം വന്നു. രണ്ടാമതൊരു കുട്ടിയോട് ചോദിച്ചു. ആ കുട്ടിയും മറുപടി പറഞ്ഞു. ഇപ്പോഴെങ്കിലും നിനക്ക് കേട്ടോ, മനസ്സിലായോ, എന്ത് ബുദ്ധിയില്ലായ്മയാണ് നിൻ്റെത് എന്നൊക്കെ പറഞ്ഞ് ചൂടായി. വീണ്ടും ഈ കുട്ടിയോട് ചോദിച്ചു. കുട്ടി പേര് പറഞ്ഞില്ല, മിണ്ടാതിരുന്നു. ടീച്ചറിന് ഭയങ്കര ദേഷ്യം വന്ന് ടീച്ചർ അടിക്കുകയൊക്കെ ചെയ്ത് കുട്ടി ഭയങ്കരമായിട്ട് കരഞ്ഞു. കുറച്ച് കഴിഞ്ഞ് ഇൻ്റർവെല്ലിൻ്റെ സമയമായി. എല്ലാവരും പുറത്തുപോയി സ്നാക്സൊക്കെ കഴിച്ച് തിരിച്ചു വന്നു. അപ്പോൾ ഈ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കുട്ടിയോട് ഈ ടീച്ചർക്ക് ഒരു അലിവ് തോന്നി. ടീച്ചർ ആ കുട്ടിയെ അടുത്ത് വിളിച്ച് സ്നേഹിച്ച്, എന്താ മോനെ, നമ്മുടെ നബിയുടെ പേര് പോലും നിനക്ക് അറിയില്ലെങ്കിൽ അത് ഭയങ്കര മോശമല്ലേ? അതെങ്കിലും പഠിക്കണ്ടേ നമ്മൾ? ഒരു അടിസ്ഥാനപരമായിട്ട് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ എന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് ചോദിച്ചു, ഇപ്പോഴെങ്കിലും നീ പഠിച്ചോ എന്താ നമ്മുടെ നബിയുടെ പേര്? അപ്പോൾ കുട്ടി തിരിച്ച് വളരെ വ്യക്തമായിട്ട്, നമ്മുടെ നബിയുടെ പേര് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ്. നബിയുടെ ഉപ്പായുടെ പേര് അബ്ദുള്ള എന്നാണ്. ഉപ്പാപ്പയുടെ പേര് അബ്ദുൽ മുത്തലിബ് എന്നാണ് എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു. ടീച്ചർക്ക് ഭയങ്കര അത്ഭുതം. നിനക്കെല്ലാം അറിയാമല്ലോ, എന്നിട്ടും എന്താ പറയാതിരുന്നത്? ഞാൻ നേരത്തെ ചോദിച്ചപ്പോൾ തന്നെ നിനക്ക് പറഞ്ഞാൽ ഈ അടിയൊന്നും കൊള്ളേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. അപ്പോൾ ആ കുട്ടി കരഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞു, നേരത്തെ ഞാൻ പറയാതിരുന്നത് എൻ്റെ ഉപ്പയും ഉമ്മയും എന്നെ പഠിപ്പിച്ചിരുന്നു, ഒരിക്കലും ഒളുവില്ലാതെ അഷ്റഫുൽ ഖൽക്കിൻ്റെ പേര് പറയരുത് മോനെ. ഒരിക്കലും ഒളുവില്ലാതെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറയരുത് എന്ന് എൻ്റെ ഉപ്പയും ഉമ്മയും എന്നെ പഠിപ്പിച്ചിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. ഇപ്പോൾ ഇൻ്റർവെല്ലിന് പോയപ്പോൾ ഞാൻ വേഗം ഒളു ചെയ്ത് വന്നു, അതുകൊണ്ടാണ് ഞാൻ ഇപ്പം പറഞ്ഞതെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറയുമ്പം ഒളു വേണോ വേണ്ടേ, അങ്ങനെ നിയമമുണ്ടോ ഉസ്താദ് എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ നിയമമൊന്നുമില്ല. ഒളു എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഷർത്തൊന്നുമല്ല. അങ്ങനെ ഹദീസുണ്ടോ? ഹദീസും ഇല്ല. പക്ഷേ അവരുടെ സ്നേഹത്തിൻ്റെ, ഇഷ്കിൻ്റെ, മുഹബത്തിൻ്റെ ആഴം അത്രത്തോളമായിരുന്നു. അങ്ങനെ തർബിയത്ത് ചെയ്തു ആ മാതാപിതാക്കൾ ആ മക്കളെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇത്രയും വലിയ തർബിയത്തൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ മക്കൾക്കും നമ്മുടെ നബി ആരാന്ന് പറഞ്ഞു കൊടുക്കണം. ആ നബിയോടുള്ള മുഹബത്ത് അവരുടെ മനസ്സിൽ നിറച്ചു കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ മുൻകഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ നമുക്കുണ്ടായ ഇടങ്ങേറ് അവർക്കെങ്കിലും ഉണ്ടാവുമല്ലോ.
കാരണം നബിയെക്കുറിച്ച് ശരിക്കും മനസ്സിലായാൽ നബിയോടുള്ള സ്നേഹം വരും. ആ സ്നേഹം ഓട്ടോമാറ്റിക്കലി ഇത്തിബായി മാറിക്കോളും. നമുക്കിപ്പോഴും നബിയെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് സ്നേഹം വരാത്തത്. സ്നേഹം വരാത്തത് കൊണ്ടാണ് ഇത്തിബായി മാറാത്തത്. അപ്പോൾ നമ്മുടെ മക്കളെ ചെറിയ കാലത്ത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ചരിത്രവും മറ്റും കേൾപ്പിച്ച് അത് പഠിപ്പിച്ച് അവരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മനസ്സിൻ്റെ ഉള്ളിൽ മുഹബത്തുള്ളവരാക്കി വളർത്താൻ വേണ്ടി ശ്രമിക്കണം. അള്ളാഹുവിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോൾ 6-ാമത്തെ വയസ്സിൽ എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ചാണ് പറയേണ്ടത്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, സാധാരണ നമ്മൾ പറയാറുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വെറും 6 വയസ്സ് വരെ മാത്രമേ ഉമ്മാൻ്റെ സ്നേഹം അനുഭവിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുള്ളൂ എന്ന് നമ്മൾ പറയാറ്. പക്ഷെ അത് തെറ്റാന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു. നിങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ചെറുങ്ങനെ ഒന്ന് സൂചിപ്പിക്കുക. എന്തുകൊണ്ടാണ് 6 വയസ്സ് വരെ നബി തങ്ങൾ ഉമ്മാൻ്റെ സ്നേഹം അറിഞ്ഞിട്ടുണ്ടോ? ഇല്ല. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളർന്നത് മക്കയിൽ നിന്ന് 100 കിലോമീറ്റർ അപ്പുറമുള്ള ബനൂ സഅദ് ഗോത്രത്തിൻ്റെ അടുക്കൽ, ഹലീമ ബീവിയുടെ അടുക്കലായിരുന്നു. 4-ാമത്തെ വയസ്സ് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയാണ് താമസിച്ചത്, ജീവിച്ചത്. 4-ാമത്തെ വയസ്സിൽ ഹൃദയം പിളർന്ന് ആ ക്ലീനാക്കുന്ന ഒരു പ്രക്രിയ നടന്നപ്പം ഹലീമ ബീവിയും ഭർത്താവും പേടിച്ചിട്ടാണ് ഉമ്മാൻ്റെ അടുക്കലേക്ക് കൊണ്ടുവിടുന്നത്. അപ്പോൾ അതിനുശേഷമുള്ള വെറും 2 വർഷം മാത്രമേ ഉമ്മയുടെ സ്നേഹവും ചൂടുമൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടിയിരുന്നുള്ളൂ. 6-ാമത്തെ വയസ്സായപ്പം നമ്മൾ പറഞ്ഞിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാപ്പ അബ്ദുള്ള എന്നവരുടെ ഖബർ മദീനയിലാണ്. യാത്ര പോയപ്പോൾ അവിടെ വെച്ചിട്ടാണ് അവർ മരണപ്പെടുന്നത്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പാപ്പ അബ്ദുൽ മുത്തലിബിൻ്റെ കാരണവന്മാരും അവിടെയാണ്. അബ്ദുൽ മുത്തലിബിൻ്റെ ഉമ്മയും മദീനത്താണ്. അപ്പം കുടുംബക്കാരെയൊക്കെ കാണാൻ വേണ്ടി, ഉപ്പയുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് മകനെയും കൂട്ടിയിട്ട് ഉമ്മ ഒരു യാത്ര പോയി. ആരൊക്കെയാണ് ഉള്ളത്? ആമിന ബീവിയുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുണ്ട്, അടിമ സ്ത്രീയായ ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹയുണ്ട്. ഉമ്മു ഐമൻ റളിയല്ലാഹുവിൻ്റെ പേരെന്താ? ബറക്ക അൽ ഹബിഷിയ. എല്ലാം ഓർമ്മ വേണമെങ്കിൽ ബറക്ക അൽ ഹബ്ഷ, അബിസീനക്കാരിയ ബറക്ക എന്നവരുടെ പേര്. ഇവർ 3 പേരും യാത്ര പോകുന്നത്. ഇപ്പോൾ കുട്ടിയായിരിക്കുക ആദ്യത്തെ യാത്രയായിരിക്കും ഒരു പക്ഷേ, അല്ലേ? അല്ലെങ്കിൽ ഹലീമ ബീവിയുടെ അടുത്ത് പോയ ആ ഒരു പോക്കേ ഉള്ളൂ. അപ്പോൾ ഒരു ടൂറ് പോകുന്ന പോലെ, അതും ഉമ്മാൻ്റെ കൂടെ ഭയങ്കര സന്തോഷത്തിലായിരിക്കും റസൂലുള്ളാഹി പോയത്. അവിടെ എത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആമിന ബീവി ഓരോരോ കാഴ്ചകൾ കാണിച്ചു കൊടുത്തു, കുടുംബക്കാരെയൊക്കെ പരിചയപ്പെടുത്തി കൊടുത്തു. കുടുംബക്കാർക്ക് നബി തങ്ങളോട് ഭയങ്കര സ്നേഹമായിരുന്നു. കാരണം അബ്ദുൽ മുത്തലിബിന് അവർക്ക് വലിയ കാര്യമായിരുന്നു. സമൂഹത്തിൽ വലിയ വിലയും നിലയും ഒക്കെ ഉള്ള ആളായിരുന്നു ഈ അബ്ദുൽ മുത്തലിബ്. പണ്ട് അബ്ദുൽ മുത്തലിബ് ചെറിയൊരു സഹായം ചോദിച്ചപ്പോൾ മദീനക്കാർ ഓടി വന്ന് സഹായിക്കുന്ന ചരിത്രമൊക്കെ നമ്മൾ മുമ്പ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരുടെ തിരിച്ചുള്ള സ്നേഹമൊക്കെ വാങ്ങി അവസാനം വാപ്പയുടെ ഖബറിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ടുണ്ടാവും. വാപ്പയെക്കുറിച്ച് ഉമ്മ ഒരുപാട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. വാപ്പയുടെ ഓർമ്മകൾ, വാപ്പയുടെ സ്വഭാവങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ. 25-ാമത്തെ വയസ്സിലാണ് അബ്ദുള്ള മരണപ്പെടുന്നത് കേട്ടോ. ചെറിയ പ്രായത്തിലാണ് മരണം, 25-ാമത്തെ വയസ്സ്. വാപ്പയുടെ ഓർമ്മകളൊക്കെ ഇങ്ങനെ തികട്ടി വന്നിട്ടുണ്ടാവും. അങ്ങനെ വളരെ സന്തോഷകരമായ ആ യാത്രയുടെ അവസാനം ഇവർ 3 പേരും മക്കത്തേക്ക് തിരിച്ചു വരിക. മക്കത്തേക്ക് തിരിച്ചു വരുന്ന വഴിക്ക് അബവ എന്ന പ്രദേശത്തെത്തിയപ്പോഴത്തേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് അടുത്തൊരു വലിയ ട്രാജഡി വരിക, വലിയൊരു മുസീബത്ത്, അങ്ങനെ തന്നെ പറയാമല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലിയൊരു പരീക്ഷണം വരിക. എന്തായിരുന്നു ആ പരീക്ഷണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ ആ അബവ എന്ന പ്രദേശത്ത് ആരോരുമില്ലാത്ത സ്ഥലത്ത് വെച്ച് രോഗിയായി. രോഗം മൂർച്ഛിച്ച്. ആരേ ഉള്ളൂ കൂടെ? മകനും അടിമ സ്ത്രീയും മാത്രമേ ഉള്ളൂ. അവസാനം ആ രോഗത്തിൽ അബവ എന്ന സ്ഥലത്ത് വെച്ച് തന്നെ അവർ വഫാത്തായി, മരണപ്പെട്ടു. ചരിത്രത്തിൽ ഇത്രയേ ഉള്ളൂ, മരണപ്പെട്ടു. എന്നിട്ട് അവിടെ അവരെ മറമാടിയിട്ട് തിരിച്ച് മക്കത്തേക്ക് വന്നു എന്നാണ് ചരിത്രത്തിലുള്ള. പക്ഷേ നിങ്ങളൊന്ന് കണ്ണടച്ചിട്ട് ആ രംഗം ഒന്ന് ഇങ്ങനെ മനസ്സിൽ കാണാൻ വേണ്ടി ഒന്ന് ശ്രമിച്ചേ. ഒരു ചെറിയ മകൻ്റെ കൂട്ടത്തിൽ ഒരടിമ സ്ത്രീ മാത്രമേ ഉള്ളൂ. മരുഭൂമിയിലുള്ള, വേറെ ആരുമില്ല, സഹായത്തിനൊന്ന് വിളിക്കാൻ പോലും ആരുമില്ല. രോഗമായിട്ട് മരണത്തോട് മല്ലിട്ടിട്ട് കിടക്കുക ഈ ഉമ്മ. ആ മകൻ അടുത്തിരുന്നിട്ട് ഇതൊക്കെ കാണുന്നുണ്ട്. അവസാനം ഉമ്മയുടെ ദേഹത്ത് നിന്ന് ആ റൂഹ് പോകുന്നതും 6 വയസ്സുള്ള ഈ ബാലൻ കണ്ടിട്ടുണ്ടാവില്ലേ. ഉമ്മ ഒരു പക്ഷേ ചിലപ്പം ആ മകൻ്റെ മടിയിലായിരിക്കണം തല വെച്ചിട്ടുണ്ടാകുക. അതിനുശേഷം ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഉമ്മയെ ഇനി കുഴിച്ചിടാൻ വേണ്ടിയിട്ട് ഖബർ കുഴിയെടുക്കണ്ടേ? ആ അടിമ സ്ത്രീയായ ആ ബറക്കക്ക് മാത്രം ഒറ്റയ്ക്ക് കുഴിയെടുക്കാൻ കഴിയുമോ? ഇല്ല. അപ്പോൾ എന്തായാലും സഹായത്തിന് വേണ്ടി ഈ മകനെയും വിളിച്ചിട്ടുണ്ടാവണം. 6 വയസ്സുള്ള ആ ബാലൻ ആ കുഞ്ഞു കരങ്ങൾ കൊണ്ട് തൻ്റെ ഉമ്മയ്ക്ക് വേണ്ടിയുള്ള കവറെടുക്കാൻ വേണ്ടിയിട്ട് എന്തായാലും മണ്ണ് വാരിയെടുത്ത് പുറത്തിട്ടിട്ട് കുഴിക്കാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ടാവണം. ആ സമയത്ത് അഷ്റഫുൽ ഖൽക്കിൻ്റെ മനസ്സൊന്ന് വായിക്കാൻ ശ്രമിച്ച് പൊട്ടിപ്പോയിട്ടുണ്ടാവില്ലേ. അതിനുശേഷം ഈ ഉമ്മയുടെ മൃതശരീരം മയ്യത്ത് എടുത്ത് ആ കുഴിയിൽ വെക്കണ്ടേ? ആ സ്ത്രീക്ക് ആ ഭൃത്യക്ക് ഒറ്റയ്ക്ക് അതിനു വേണ്ടി സാധിക്കുമോ? ഇത് ചരിത്രത്തില്ല, ഞാൻ വരികൾക്കിടയിൽ വായിക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അള്ളാഹു പുറത്തു തരട്ടെ. എപ്പോഴും ഞാൻ ആലോചിക്കുന്ന ഒരു രംഗം അത്. ആ സ്ത്രീക്ക് ഒറ്റക്കെടുത്ത് വെക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ സ്വന്തം ഉമ്മയെ പിടിച്ചു പൊക്കിക്കൊണ്ട് ആ കബറിലേക്ക് വെക്കാൻ വേണ്ടി സഹായിച്ചത് ആരായിരിക്കണം? നമ്മുടെ മുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം അഷ്റഫുൽ ഖൽക്കായിരിക്കണം.
അവിടുന്ന് ആ കരങ്ങൾ കൊണ്ടെടുത്ത് വെച്ചിട്ടുണ്ടാകണം. ആ സമയത്ത് അവിടുത്തെ ഹൃദയം ആ ശരീരത്തിലേക്ക് മണ്ണ് വാരിയിടുന്ന സമയത്ത്, അതിനെ മൂടുന്ന സമയത്ത് എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാവും, എത്രമാത്രം നൊന്തിട്ടുണ്ടാവും. ജീവിതത്തിൽ നമ്മൾ എന്ത് പ്രശ്നം വരുമ്പോഴും, എന്ത് പ്രയാസങ്ങൾ വരുമ്പോഴും, എന്ത് ബുദ്ധിമുട്ട് വരുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രയാസത്തെപ്പറ്റി ചെറുങ്ങനെ ഒന്ന് ചിന്തിച്ചാൽ മതി. പിന്നെ നമ്മുടെ പ്രശ്നങ്ങളൊന്നും ഒരു പ്രശ്നമേ അല്ലാതായിത്തീരും. പ്രയാസങ്ങളൊന്നും ഒരു പ്രയാസമേ അല്ലാതായിത്തീരും. ശരിക്കും ഉമ്മയുടെയും ഉപ്പയുടെയൊക്കെ ഇന്നലെ നമ്മൾ പ്രസംഗത്തിൽ ഒരുപാട് കേട്ടല്ലോ അല്ലേ, ഉമ്മയുടെയും ഉപ്പയുടെയും ഒക്കെ വില ശരിക്കും നമുക്ക് മനസ്സിലാവും അവർ നഷ്ടപ്പെട്ടതിന് ശേഷം. ഉമ്മയെ നഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ, ഉപ്പയെ നഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ മതി. ആ നഷ്ടപ്പെടലിൻ്റെ വേദന ഏറ്റവും കൂടുതൽ അറിഞ്ഞ ആളായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മയെക്കുറിച്ച് നമ്മളോട് ഇത്രയും അധികം വസിയത്ത് ചെയ്തത്, ഉപ്പയെക്കുറിച്ച് നമ്മളോട് ഇത്രയും അധികം വസിയത്ത്. ഉമ്മ എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ ഒരു കടലാണല്ലേ. ഉമ്മാനെങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുക, ഉമ്മാനെങ്ങനെയാണ് നിർവചിക്കുക? ഉമ്മാൻ്റെ സ്നേഹത്തെ വാക്കുകൾ കൊണ്ട് നിർവചിക്കാൻ പറ്റുമോ? ഞാൻ സാധാരണ എപ്പോഴും പറയാറുള്ള ഒരു അനുഭവം കൊണ്ട് മുമ്പ് നമ്മൾ ക്ലാസ്സുകളിലും പറഞ്ഞിരുന്നു. നമ്മളെ വാപ്പാടെ ഉമ്മ, ഉസ്താദിൻ്റെ ഉമ്മ ഒരിക്കലും രോഗിയായിട്ട് ഹോസ്പിറ്റലിൽ കിടന്നു. അപ്പോൾ അവർക്കൊരു മേജർ ഓപ്പറേഷൻ വേണം. ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ സാധാരണ ഓപ്പറേഷൻ അല്ല, 8-9 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പുറത്ത് നട്ടലിൻ്റെ ഭാഗത്തുള്ള മേജർ ഓപ്പറേഷൻ. ചെറുങ്ങനെ പഴച്ചാൽ വലിയ കോൺസിക്വൻസ് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ഓപ്പറേഷനാണ്. നമ്മളെല്ലാം ബേജാറായി പുറത്തിരിക്കുക. അവർ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റി നമ്മളെല്ലാവരും ഇങ്ങനെ പുറത്ത് നിൽക്കുന്നു. ഞാനുണ്ട്, വാപ്പയുണ്ട്, എല്ലാവരും ഉണ്ട്. 8-9 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഓപ്പറേഷൻ. ആ ഓപ്പറേഷന് ശേഷം ഡോക്ടർ വന്നു, അൽഹംദുലില്ലാ ഓപ്പറേഷനൊക്കെ സക്സസ് ആയി, വേറെ കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ നമുക്കൊക്കെ ഭയങ്കര സന്തോഷം. അത്രയും നേരം ദുആയും ദിക്റൊക്കെ ആയിട്ട് നമ്മൾ പുറത്തിരിക്കുകയായിരുന്നു. ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് ഈ ഉമ്മാക്ക് ചെറുങ്ങനെ ബോധം വരുന്ന സമയത്ത്, ചെറുങ്ങനെ സംസാരിക്കാൻ പറ്റുന്ന സമയത്ത് ആരെങ്കിലും ഒരാൾ പോയി കണ്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ വാപ്പ ഉമ്മാനെ കാണാൻ, സ്വന്തം ഉമ്മാനെ കാണാൻ വേണ്ടിയിട്ട് ഉള്ളിലേക്ക് കയറി. അപ്പോൾ കമിഴ്ത്തി കിടത്തിയിട്ടാണ് ഉള്ളത്, തലയിങ്ങനെ ചിരിച്ചു വെച്ചിട്ടുണ്ട്, ചെറുങ്ങനെ ബോധം വന്നിട്ടുണ്ട്, ചെറുങ്ങനെ നാവക്കാനൊക്കെ സംസാരിക്കാനൊക്കെ പറ്റുന്നുണ്ട്. ഉമ്മാൻ്റെ അടുത്ത് പോയി സലാം പറഞ്ഞു. ഉമ്മ അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ വലിയ സഹായത്താൽ ഓപ്പറേഷൻ കഴിഞ്ഞു, ഓപ്പറേഷൻ സക്സസ് ആയി. എത്ര മണിക്കൂറാണെന്നറിയോ? 8-9 മണിക്കൂറായി ഉമ്മാനെ ഇങ്ങനെ കിടത്തിയിട്ട്. അവർ ഉമ്മയുടെ ശരീരം ഇങ്ങനെ കീറി മുറിക്കുകയായിരുന്നു. അൽഹംദുലില്ലാ വേറെ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ എന്ന് ഉപ്പ പറഞ്ഞിട്ട് സമാധാനിപ്പിച്ചു. ആ സമയത്ത് ഞരങ്ങിയ ശബ്ദത്തിൽ, പതിഞ്ഞ ശബ്ദത്തിൽ വിക്കിക്കൊണ്ട് ആ ഉമ്മ തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്, എൻ്റെ മനസ്സിന് വല്ലാതെ സ്വാധീനിച്ചൊരു വാക്കാണ്. ഉമ്മ പതുക്കെ ഉപ്പാനോട് ചോദിക്കുക, അല്ലോടാ മോനെ, 8-9 മണിക്കൂറായിട്ട് നീ പുറത്ത് നിൽക്കുമായിരുന്നല്ലടാ, 8-9 മണിക്കൂറായിട്ട് നീ പുറത്ത്, നിനക്ക് മുട്ടുവേന നടുവേനൊക്കെ ഉള്ളതല്ലേ, നീ അവിടെ അങ്ങനെ റൂമിൽ പോയി നിന്നാൽ പോരായിരുന്നോ, നീ എന്തിനാടാ നിൽക്കുമായിരുന്നല്ലടാ. അല്ലാഹു അക്ബർ. തൻ്റെ ശരീരത്തെ കീറി മുറിച്ച് മരണതുല്യമായ വേദന സഹിച്ച് കിടക്കുമ്പോഴും ആ ഉമ്മാക്ക് ബേജാർ എന്തിനെക്കുറിച്ചാണ്? പുറത്ത് നിന്ന് വേദന എടുക്കുന്ന മകൻ്റെ കാലിൻ്റെ മുട്ടിൻ്റെയും നടുവിനെയും പറ്റിയിട്ടാണ് ആ ഉമ്മാക്ക് ബേജാർ. നീ നിൽക്കുമായിരുന്നോടാ, അവിടെ കാണാൻ പോയിരുന്നാൽ പോരായിരുന്നോ, ഇവിടെ ഇങ്ങനെ നിൽക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്നാണ് ഉമ്മ ചോദിക്കുന്നത്. അപ്പോൾ ഉമ്മയെ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ, ഉമ്മയെ നിർവചിക്കാൻ പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇങ്ങനെ കുറച്ച് ഉദാഹരണങ്ങൾ എടുത്ത് പറയാൻ പറ്റുമെന്നല്ലാതെ അതിന് നമുക്ക് വാക്കുകൾ കൊണ്ട് നിർവചിക്കാൻ പറ്റും. ഇത്രയും വലിയ സ്നേഹത്തിൻ്റെ കടലാണ്. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മയെക്കുറിച്ച് ഒരുപാട് നമ്മളോട് വസിയത്ത് ചെയ്തത്. അതുകൊണ്ട് ശരിക്കും മഹാന്മാർ എന്തുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയെ ചെറുപ്പത്തിൽ തന്നെ വഫാത്താക്കി എന്നതിനെക്കുറിച്ച് കുറേ ചർച്ച ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഹിക്മത്ത്, അതിലൊരു ഹിക്മത്തായിട്ട് മഹാന്മാർ പറയുന്നത്, അഥവാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ, എന്നിട്ട് ഉമ്മയോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ബിർറുകൾ, നന്മകൾ ചെയ്ത് നമുക്ക് മാതൃക കാണിച്ച് തന്നിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരിക്കലും ആ മാതൃക നമുക്ക് പിൻപറ്റാൻ പറ്റുമായിരുന്നില്ല എന്നാണ്. അത്രയും അധികം നബിതങ്ങൾ ചിലപ്പം ഉമ്മയെ ബഹുമാനിച്ചേനെ. അതുകൊണ്ട് അള്ളാഹു നമ്മളോട് ചെയ്ത റഹ്മത്താണ് നബിതങ്ങളുടെ ഉമ്മയെ പെട്ടെന്ന് മരിപ്പിച്ചു എന്നുള്ളത് എന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. കാരണം ഉമ്മയെ അത്രയും അധികം, ഉമ്മയുടെ വില മനസ്സിലാക്കിയ ആളായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം എന്താ? ഉമ്മയുടെ വില ഏറ്റവും കൂടുതൽ തിരിച്ചറിഞ്ഞത് അള്ളാഹുവാണ്. അതുകൊണ്ടാണ് അനിഷ്കുർ ലീ വലിവാലിദൈക് എന്ന് പറഞ്ഞത്. എനിക്ക് നിങ്ങൾ നന്ദി ചെയ്യണമേ എന്ന് പറഞ്ഞിട്ട് അതിനോട് അത്ഫ് ചെയ്തിട്ടാണ് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്ന് അള്ളാഹു പറഞ്ഞത്. വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന. ശിർക്ക് ചെയ്യരുത്, അള്ളാഹു അല്ലാത്ത വേറൊരാളെ ആദരിക്കരുത് എന്ന് പറഞ്ഞ നിയമത്തിൻ്റെ കൂട്ടത്തിലാണ് മാതാപിതാക്കളെയും നിങ്ങൾ അനുസരിക്കണമെന്ന് അള്ളാഹു കിതാബിൽ വസിയത്ത് ചെയ്തത്. അപ്പോൾ അള്ളാഹുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നത്. ആ അള്ളാഹിൻ്റെ റസൂലാണ് ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഉമ്മയുടെ ഉപ്പയുടെ വില ശരിക്കും മനസ്സിലാക്കിയ ആളാണ്. അപ്പോൾ നബിതങ്ങളുടെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ആ ഉമ്മയോട് എങ്ങനെയാണ് ഖിദ്മത്ത് ചെയ്യേണ്ടതെന്ന് റസൂൽ നമുക്ക് കാണിച്ചു തന്നിരുന്നെങ്കിൽ നമ്മൾ പെട്ടുപോയാണ്. അതുകൊണ്ടായിരിക്കണം ചില മഹാന്മാർ പറയും, അതുകൊണ്ടായിരിക്കണം ചിലപ്പം ഉമ്മയെ നേരത്തെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല മരിപ്പിച്ചു. എന്തായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയധികം വേദന സഹിച്ചു. കുട്ടിയാണ്, വേദന ഉണ്ടാവും. എന്നിട്ട് മക്കത്തേക്ക് അവർ രണ്ടുപേരും തിരിച്ചു വരുമ്പോൾ ആരേ ഉള്ളൂ? പോയത് 3 പേരാണ്. തിരിച്ചു വരുമ്പം
അബ്ദുൽ മുത്തലിബിൻ്റെ വീട്ടിലെത്തി, വാതിൽ മുട്ടി. അബ്ദുൽ മുത്തലിബ് വാതിൽ തുറന്നു നോക്കുമ്പോൾ പോയവർ 3 പേരാണ്, വന്നവരോ 2 ആൾക്കാർ മാത്രമേ ഉള്ളൂ. എന്ത് പറ്റി? ബറക്ക കാര്യം പറഞ്ഞു, ഉമ്മൈമൻ റളിയല്ലാഹു അൻഹ കാര്യം പറഞ്ഞു. അബ്ദുൽ മുത്തലിബ് ആ മകനെ ചേർത്ത് പിടിച്ചു. ആ ചേർത്ത് പിടിക്കൽ വെറും ചേർത്ത് പിടിക്കലായിരുന്നില്ല. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉമ്മയുടെയും ഉപ്പയുടെയും ഒക്കെ സ്ഥാനത്ത് ആരായിരുന്നു ഉണ്ടായിരുന്നത്? അബ്ദുൽ മുത്തലിബായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യാത്രയിൽ ഈ അബവാ എന്ന സ്ഥലത്ത് എത്തുന്നുണ്ട് കേട്ടോ. വർഷങ്ങൾക്ക് ശേഷം, നബിയൊക്കെ ആയി കഴിഞ്ഞതിന് ശേഷം ഈ അബവാ എന്ന സ്ഥലത്തെത്തി യാത്ര പോവാണ്. സഹാബാക്കൾക്കൊന്നും അറിയില്ല ഈ സ്ഥലം ഏതാണ്. ഒരു സ്ഥലത്തെത്തി ഒരു ഖബറിൻ്റെ പോലുള്ള ഒരു അടയാളത്തിൻ്റെ അടുക്കലേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പോയിരുന്നു. ഫജഅല യുഹർരികു റഅസഹു കൽ മുഖാത്തിബ്, ആരോടോ സംസാരിക്കുന്നത് പോലെ റസൂൽ ഇങ്ങനെ തലയാട്ടാൻ തുടങ്ങി. സുമ്മ ബക്ക, പിന്നീട് നബിതങ്ങൾ ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി. നബിതങ്ങൾ ഇങ്ങനെ കരഞ്ഞ് കുറേ നേരം കരഞ്ഞിട്ട് എഴുന്നേറ്റ് വന്നപ്പോൾ സഹാബാക്കൾക്ക് ആർക്കും നബിതങ്ങളോട് എന്തിനാ കരഞ്ഞെന്ന് ചോദിക്കാനുള്ള ധൈര്യമില്ല. ഫസ്തഖ്ബലഹു ഉമർ, ആകെ ധൈര്യം ഉണ്ടായിരുന്നത് ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മാത്രമായിരുന്നു. ഉമർ റളിയല്ലാഹു ചോദിച്ചു, മാ യുബ്കീക യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ അങ്ങേ കരയിപ്പിക്കുന്നത് എന്താണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹാദാ ഖബറു ആമിന ബിൻതു വഹബ്, ഇതെൻ്റെ ഉമ്മ ആമിന ബീവിയുടെ ഖബറാണ്. ഇസ്തഅ്ദൻതു റബ്ബി ഫി അൻ അസൂറ ഖബറഹ ഫഅദിന ലി, അവരുടെ ഖബർ ഒന്ന് സിയാറത്ത് ചെയ്യട്ടെ എന്ന് ഞാൻ അള്ളാഹുവിനോട് ചോദിച്ചു, അള്ളാഹു എനിക്ക് അനുവാദം നൽകി. വസ്തഅ്ദൻതുഹു ഫിൽ ഇസ്തിഗ്ഫാരി ലഹാ ഫഅബ അലയ്യ, അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യട്ടെ എന്ന് ഞാൻ അള്ളാഹിനോട് ചോദിച്ചു, അള്ളാഹ് എനിക്ക് അനുവാദം നൽകിയിട്ടില്ല എന്ന് പറഞ്ഞു. വഅദ്റകത്നി റിഖ്ഖതഹ, ആ സമയത്ത് പണ്ട് കാലത്ത് അവരെന്നോട് കാണിച്ച സ്നേഹം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. ഫബക്കൈതു, അങ്ങനെ ഞാൻ കരഞ്ഞതാണ് എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു പറയാ, ഫമാ റഅയ്തു സാഅതൻ അക്സറ ബാക്കിയൻ മിൻ തിൽക സാഅ, അന്നത്തെ ആ സമയത്തേക്കാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതലായി കരയുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല എന്ന്. അല്ലാഹു അക്ബർ. അന്നായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിൽ വെച്ച് ഏറ്റവും അധികം കരഞ്ഞത് എന്ന്. അദ്ദേഹം പറഞ്ഞത് നഷ്ടപ്പെടലിൻ്റെ, ഒറ്റപ്പെടലിൻ്റെ വേദന ഏറ്റവും കൂടുതൽ അറിഞ്ഞ ആൾ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമായിരുന്നു. പിന്നെ നബിതങ്ങൾ നോക്കിയത് അബൂ താലിബായിരുന്നു. അബൂ താലിബും ഭയങ്കര സ്നേഹത്തോടു കൂടിയാണ് റസൂൽ അബൂ താലിബ് അല്ലല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പാപ്പ അബ്ദുൽ മുത്തലിബായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നോക്കിയത് ഭയങ്കര സ്നേഹത്തോടു കൂടി. അബ്ദുൽ മുത്തലിബ് ചില്ലറ വയസ്സായ ആളാണ്, അന്നത്തെ മക്കത്തെ ഏറ്റവും വലിയ നേതാവാണ്, പ്രമാണിയാണ്. അപ്പോൾ അബ്ദുൽ മുത്തലിബിന് സംസമിൻ്റെ ഉത്തരവാദിത്തം മുഴുവനുള്ളത് അബ്ദുൽ മുത്തലിബാണ്. അപ്പോൾ അബ്ദുൽ മുത്തലിബിൻ്റെ സംസം കിണറിൻ്റെ അടുത്തായിട്ട് കാബയുടെ പരിസരത്ത് ഒരു വലിയ വിരിപ്പുണ്ടായിരുന്നു. അബ്ദുൽ മുത്തലിബിന് 10 മക്കളുണ്ട്. ആ മക്കളും അബ്ദുൽ മുത്തലിബും ഇരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് അബ്ദുൽ മുത്തലിബ് വേണ്ടി പ്രത്യേകം വിരിച്ചു വെച്ച ഒരു വിരിപ്പുണ്ട്. ആ വിരിപ്പിൽ വേറെ ആരും ഇരിക്കൂലായിരുന്നു, മക്കൾ പോലും ഇരിക്കൂലായിരുന്നു. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 6 വയസ്സിൻ്റെ 8 വയസ്സിൻ്റെ അടക്കാണല്ലോ, 6 വയസ്സ് 7 വയസ്സുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓടി വന്ന് ആ വിരിപ്പിൻ്റെ മേലെ ഇരുന്നു. അപ്പോൾ മക്കളൊക്കെ നബീനെ ഇങ്ങനെ പിടിച്ച് മാറ്റാൻ തുടങ്ങി. മുഹമ്മദ് അങ്ങോട്ട് മാറും, എന്താ ഈ വിരിപ്പിലിരിക്കല്ലേ? അപ്പോൾ അബ്ദുൽ മുത്തലിബ് നടന്നു വരുന്നത് ഈ കാഴ്ച കണ്ടുകൊണ്ടാണ്. അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, ദഅു ഇബ്നി, എൻ്റെ മോനെ വിട്ടേക്ക്, നിങ്ങൾക്ക് ആർക്കും ആ വിരിപ്പിൽ ഇരിക്കാൻ അനുവാദം ഇല്ലെങ്കിലും എൻ്റെ മോനിക്ക് ആ വിരിപ്പിൽ ഇരിക്കാൻ അനുവാദം. റസൂലുള്ളാഹിനെ അങ്ങനെ തന്നെയായിരുന്നു വിളിച്ചിരുന്നത്. അവൻ അവിടെ ഇരുന്നത്, ഇന്നലിബ്നി ഹാദാ ലശഅ്നുൻ, എൻ്റെ ഈ മകന് ഭാവിയിൽ വലിയൊരു സംഭവമാവും, വലിയൊരു ആളായി മാറും, അതുകൊണ്ട് എൻ്റെ മോനെ നിങ്ങൾ തടയണ്ട കേട്ടോ, അവൻ ഇരുന്നോട്ടെ എന്ന് പറയും. അതിനുശേഷം വേറെ ആർക്കും അനുവാദം ഇല്ലെങ്കിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വിരിപ്പിൽ കയറി കളിക്കാനും അബ്ദുൽ മുത്തലിബിൻ്റെ മടിയിൽ ഇരിക്കാനും ഒക്കെ ഉള്ള അനുവാദം ഉണ്ടായിരുന്നു. എന്ത് ഭക്ഷണം കൊണ്ടുവന്നാലും അബ്ദുൽ മുത്തലിബ് പറയും, അലയ്യ ബിബ്നി, എൻ്റെ മകനെയും കൊണ്ടുപോവാ എന്ന് പറയുമായിരുന്നു. എന്ത് ഭക്ഷണം കൊണ്ടുപോകാം, എന്നിട്ട് ആ മകൻ്റെ കൂടെ ഇരുന്നിട്ട് മാത്രമേ അബ്ദുൽ മുത്തലിബ് കഴിക്കുമായിരുന്നുള്ളൂ. അത്യാവശ്യം ചില കാര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോൾ അബ്ദുൽ മുത്തലിബ് മകനെ അയക്കുമായിരുന്നു. ഒരു ദിവസം ഒരു ഒട്ടകം കാണാണ്ടായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ അന്വേഷിച്ചിട്ട് പോയി. നബി തങ്ങൾക്ക് 6 വയസ്സേ ഉള്ളൂ അല്ലെങ്കിൽ 7 വയസ്സേ ഉള്ളൂവെങ്കിലും നല്ല ശാരീരിക പുഷ്ടിയും പക്വതയൊക്കെ ഉണ്ട്. നമ്മൾ ഹലീമ ബീവിയുടെ സംഭവം പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ കുട്ടികളെക്കാൾ വളരെ അത്ഭുതകരമായ രീതിയിൽ ഭയങ്കര വളർച്ചയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബുദ്ധിക്കും ശരീരത്തിനുമൊക്കെ. അപ്പോൾ ഒട്ടകത്തെ അന്വേഷിച്ചിട്ട് പോയി. കുറേ നേരമായിട്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമനെ കാണുന്നില്ല. അബ്ദുൽ മുത്തലിബ് ബേജാറായി. കാബയുടെ അടുക്കൽ പോയി തവാഫ് ചെയ്തിട്ട് അബ്ദുൽ മുത്തലിബ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരിച്ചു കിട്ടണേ എന്ന് അള്ളാഹിനോട് ഭയങ്കരമായിട്ട് ദുആ ചെയ്യാൻ തുടങ്ങി. അവസാനം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വന്നപ്പോൾ ഓടിപ്പോയി കെട്ടിപ്പിടിച്ച്, പോനെ ഞാൻ ഒരുപാട് ഭയപ്പെട്ടു പോയി, നിനക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചോ എന്ന് പറഞ്ഞ്, അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും നീ എന്നെ വിട്ടുപോകരുത് എന്ന് പറഞ്ഞു. അതിനുശേഷം മരിക്കുന്നത് വരെ അബ്ദുൽ മുത്തലിബ് എപ്പോഴും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂടെ നിർത്തിയിരുന്നു. അങ്ങനെ ഏകദേശം 8ാമത്തെ വയസ്സായപ്പോഴത്തേക്ക്, എത്രാമത്തെ വയസ്സ്? 8ാമത്തെ വയസ്സായപ്പോഴത്തേക്ക് അബ്ദുൽ മുത്തലിബും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുൽ മുത്തലിബിൻ്റെ അടുക്കൽ ഏത് സമയത്തും പോയിരിക്കാൻ ഒന്ന് വിട്ടുപോയി. അബ്ദുൽ മുത്തലിബിൻ്റെ അടുക്കൽ ഏത് സമയത്തും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രവേശിക്കാനുള്ള അനുവാദം ഉണ്ടായിരുന്നു. അതായത് പ്രൈവറ്റ് സമയങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ഉറങ്ങുന്ന സമയം, വീട്ടിൽ റൂമിലിരിക്കുന്ന സമയം, ആ സമയത്തൊന്നും അബ്ദുൽ മുത്തലിബിൻ്റെ അടുക്കലേക്ക് വേറെ ആർക്കും പോകാൻ പറ്റില്ലായിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉറങ്ങുന്ന സമയത്തും പോകാം, ഏത് സമയത്തും പോകാമായിരുന്നു. പക്ഷേ ഈ സ്നേഹം കുറച്ച് കാലഘട്ടം മാത്രമേ നീണ്ടു നിന്നുള്ളൂ. 8ാമത്തെ വയസ്സായപ്പോൾ തൻ്റെ പ്രിയപ്പെട്ട ഉപ്പാപ്പയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിട്ടുപോയി അബ്ദുൽ മുത്തലിബ്.
ഉമ്മൈമൻ റളിയല്ലാഹു അൻഹ പറയുന്നു, ആ സമയത്ത് മുഹമ്മദ് എന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം കൊച്ചുബാലനെ ഞാൻ കണ്ടു. മക്ബറ വരക്കും ഉപ്പാപ്പയുടെ മയ്യത്ത് കട്ടിലിന് പിന്നാലെ കരഞ്ഞു നടക്കുന്ന ആ കൊച്ചുബാലനെ ഞാൻ കണ്ടുവെന്ന് ഉമ്മൈമൻ റളിയല്ലാഹു അൻഹ പറയുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ എൻ്റെ ഉപ്പാപ്പയെ നിങ്ങൾ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് അല്ലേ? ഉസ്താദ് സാധാരണ പറയാറുണ്ട്, ജനിക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ഉപ്പയില്ല, ഉപ്പയില്ലാത്ത ലോകത്തേക്കാണ് ഞാൻ ജനിച്ചു വീണത്. 6-ാമത്തെ വയസ്സായപ്പോൾ എൻ്റെ സ്വന്തം ഉമ്മയെ എനിക്ക് ഖബറടക്കം ചെയ്യേണ്ടി വന്നു. ഇപ്പോൾ ഇതാ 8-ാമത്തെ വയസ്സായപ്പോൾ കട്ടിലിൽ കയറ്റി എൻ്റെ ഉപ്പാപ്പയെ നിങ്ങൾ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്ന് ചോദിച്ചുകൊണ്ടായിരിക്കണം ആ കുഞ്ഞു മകൻ ഇങ്ങനെ നടന്നു പോയത് കരഞ്ഞുകൊണ്ട്. ശരിക്കും പറഞ്ഞാൽ 8-ാമത്തെ വയസ്സ് ഒന്ന് ആലോചിച്ച് നോക്കിയല്ലേ. നമുക്കിപ്പോൾ നമ്മൾ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ പറയാറുണ്ട്, ഒരു ലീവിന് ചില കുട്ടികൾ, ഇവിടെ പഠിക്കുന്ന കുട്ടികൾ ലീവിന് അവരുടെ ഉപ്പയും ഉമ്മയും ഗൾഫിലായിരിക്കും. ESC കൂടി ഇട്ടോ, ESC ISC ഇട്ടോ, ചൂടാണ്. അവരുടെ ഉപ്പയും ഉമ്മയും ചിലപ്പോൾ എന്തായിരിക്കും, ഗൾഫിലായിരിക്കും. അപ്പോൾ ഈ 10 ദിവസത്തെ ലീവ് വരുമ്പോൾ അവർക്ക് ഗൾഫിൽ പോയിട്ട് വരാൻ പറ്റൂല. അപ്പോൾ അവർ എളാമാൻ്റെ മൂത്തമ്മാൻ്റെ ഒക്കെ വീട്ടിൽ പോയി നിൽക്കേണ്ടി വരും. അപ്പോൾ എളാമയും മൂത്തമ്മയൊക്കെ എത്ര സ്നേഹമുണ്ടെന്ന് പറഞ്ഞാലും സ്വന്തം വീട്ടിലിരിക്കുന്ന കംഫർട്ട് ഒരിക്കലും അവർക്ക് കിട്ടൂല. ശരിയല്ലേ ഞാൻ പറയുന്നത് അല്ലേ? എത്ര സ്നേഹമുണ്ടെന്ന് പറഞ്ഞാലും അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര ഇടങ്ങേറായിരിക്കും. അത് നമുക്ക് ശരിക്കും അറിയാം. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം 4 വർഷം ഹലീമാബിയുടെ വീട്ടിൽ, പിന്നെ അതിനുശേഷം 2 വർഷം അൽഹംദുലില്ലാഹ് റാഹത്തായിട്ട് ഉമ്മയുടെ കൂടെ ഒന്ന് ജീവിച്ച് കൊതി തീരുന്നതിന് മുമ്പ് തന്നെ വീണ്ടും വീട് മാറേണ്ടി വരിക. അബ്ദുൽ മുത്തലിബിൻ്റെ വീട്ടിലേക്ക് വേറെ ആരൊക്കെയോ കൂടെ താമസിക്കേണ്ടി വരിക. ആ 2 വർഷം ഏകദേശം ഒന്ന് കംഫർട്ടായി വരുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും വീട് മാറേണ്ടുന്ന ഒരവസ്ഥ സംജാതമാകും. എങ്ങോട്ടേക്കാണ് മാറേണ്ടത്? അടുത്തതായിട്ട് അബൂ താലിബ് വഫാത്താകുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വസിയത്ത് ചെയ്ത് ഏൽപ്പിച്ചത്, അബ്ദുൽ മുത്തലിബ് വഫാത്താകുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വസിയത്ത് ചെയ്ത് ഏൽപ്പിച്ചത് അബൂ താലിബ്. അപ്പോൾ ഒന്നുകൂടി ഞാൻ ക്ലിയർ ആക്കാൻ വേണ്ടി അറിയാം, സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പാപ്പയുടെ പേരെന്താ? അബ്ദുൽ മുത്തലിബ്. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാപ്പയുടെ സഹോദരൻ്റെ പേരെന്താ? അബൂ താലിബ്, കൊച്ചാപ്പ. അബൂ താലിബിനാണ് ഏൽപ്പിച്ചിട്ട് പോയത്. അപ്പോൾ നമ്മൾ അന്നും പറഞ്ഞിരുന്നു, എന്തുകൊണ്ടാണ് അബൂ താലിബിനെ തന്നെ ഏൽപ്പിച്ച 10 മക്കളിൽ? സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വാപ്പയുടെ സഹോദരന്മാരിൽ നിന്ന് അബൂ താലിബിനെ തന്നെ ഏൽപ്പിക്കാനുള്ള കാരണം എന്താ? ആർക്കറിയാവുന്നേ? അബ്ദുൽ മുത്തലിബിന് ഒരുപാട് ആൺമക്കളുണ്ടെങ്കിലും എല്ലാവരും ഒരേ ഭാര്യയിൽ നിന്നുള്ള ആൺമക്കളല്ല. വ്യത്യസ്ത സ്ത്രീകളെ അദ്ദേഹം വിവാഹം ചെയ്തിരുന്നു. വ്യത്യസ്ത സ്ത്രീകളിൽ നിന്നുള്ള ആൺമക്കളാണുണ്ട്. പക്ഷേ അബൂ താലിബും അബ്ദുള്ളയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാപ്പയും ഈ സഹോദരൻ അബൂ താലിബും ഒരേ ഉമ്മക്കുണ്ടായവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരിട്ടുള്ള കൊച്ചാപ്പമാർ, കൊച്ചുമ്മമാർ എത്ര പേരാണെന്ന് അറിയണ്ടേ? അതായത് അബ്ദുള്ളയുടെ ഉമ്മയിൽ നിന്ന് തന്നെയുള്ള സഹോദരന്മാരും സഹോദരികളും എത്ര പേരാണെന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കിക്കൂടെ? കാരണം എന്താ, നമ്മൾ നമ്മുടെ കുടുംബ ബന്ധങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അവൻ്റെ ഉപ്പ, നമ്മളൊരു മകൾക്കൊരു കല്യാണാലോചന വന്ന് വിചാരിക്കുക, ആ പുതിയ ആപ്പിളുടെ മൊത്തം ജാതകവും നമ്മളെടുക്കും, ഹിസ്റ്ററി. അവൻ്റെ വാപ്പാൻ്റെ വാപ്പ, മൂത്താപ്പ, പിന്നെ അന്ന് ഗൾഫിലുണ്ടായിരുന്ന ആൾ, പിന്നെ അന്ന് ഇവിടെ കച്ചവടം നടത്തിയിരുന്ന ആൾ, അയാളുടെ ഏട്ടൻ്റെ മോള്, മൊത്തം ജാതകവും നമ്മളെടുക്കും. അതിനൊന്നും നമുക്ക് സമയവും പ്രശ്നമില്ല, എല്ലാം. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫാമിലിയെക്കുറിച്ച് അത്യാവശ്യം കുറച്ച് വിവരം നമുക്കുണ്ടായിരിക്കണം. അപ്പോൾ അബ്ദുൽ മുത്തലിബിൻ്റെ മൊത്തം മക്കളെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിലും അബ്ദുൽ മുത്തലിബിൻ്റെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയുടെ ഉമ്മ, ആ ഉമ്മയുടെ മക്കൾ എത്ര, അതായത് നബിതങ്ങളുടെ നേരിട്ടുള്ള കൊച്ചാപ്പമാരും കൊച്ചുമ്മമാരും എത്ര പേരുണ്ട് എന്ന് അറിയുന്നിരിക്കുന്നത് നല്ലതാണ്. 3 ആൺകുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയുടെ ഉമ്മ ഫാത്തിമ എന്നവരുടെ പേര്, ഫാത്തിമ ബിൻത്ത് ആമിർ. ഈ ഫാത്തിമ ബിൻത്ത് ആമിറിന് 3 ആൺകുട്ടികളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് അബ്ദുള്ള, പിന്നൊന്ന് അബൂ താലിബ്, പിന്നൊന്ന് സുബൈർ ഇബ്നു അബ്ദുൽ മുത്തലിബ്. 3 പേര് കേട്ടോ. ഇവരിൽ ആർക്ക് വസിയത്ത് ചെയ്തിട്ട് അബ്ദുൽ മുത്തലിബ് മരണപ്പെട്ടത്? അബൂ താലിബിന് വസിയത്ത് ചെയ്തിട്ടാണ് മരണപ്പെട്ടത്. പെൺമക്കൾ 5 പേരാണ് ഉണ്ടായിരുന്നത്. 1 2 3 4 5 6 പേരാണ് ഉണ്ടായിരുന്നത്. ഒന്ന് ഉമൈമ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊച്ചുമ്മമാരുടെ പേരാണ് എല്ലാം. ഉമൈമ. 2 ബൈളാ, 3 ആതിക, 4 അർവ, 5 പേര്, 5 ബറ. ഒന്നുകൂടി പറഞ്ഞാൽ ഉമൈമ, ബൈളാ, ആതിക, അർവ, ബറ. 5 പേരാണ് ഉണ്ടായിരുന്നത്. ഇതിൽ ഉമൈമയുടെ ഭർത്താവാണ് ജഹ്ഷ്. എന്താ പേര്? ജഹ്ഷ്. ഈ പേര് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? എവിടെയാ? അബ്ദുല്ലാ ബിൻ ജഹ്ഷ് അല്ലാണ്ട് വേറെ കുറച്ചുകൂടി, സൈനബ് ബിൻത്ത് ജഹ്ഷ് എന്ന് കേട്ടിട്ടില്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ ഒരാൾ, ഉമ്മഹാത്തുൽ മുഅ്മിനീൻപ്പെട്ട ഒരാളാണ് ആര്? സൈനബ് ബിൻത്ത് ജഹ്ഷ്. അപ്പോൾ ഈ സൈനബ് ബിൻത്ത് ജഹ്ഷ് ആരുടെ മകളാ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാപ്പയുടെ സഹോദരി, നമ്മളുടെ കൊച്ചുമ്മയുടെ ഉമൈമയുടെ മകളാണ് ആര്? സൈനബ് ബിൻത്ത് ജഹ്ഷ്. സൈനബ് ബിൻത്ത് ജഹ്ഷ് അല്ലാത്ത വേറെ സഹാബാക്കളുണ്ട്, ജഹ്ഷിൻ്റെ മക്കൾ. ഹംന ബിൻത്ത് ജഹ്ഷ്. ഏകദേശം ഇസ്തിഹാലയുടെ മസലകൾ അധികം റിവായത്ത് ചെയ്യുന്നത് ഈ ജഹ്ഷിൻ്റെ മക്കളാണ്. അതേപോലെ മാഷാഅല്ലാഹ് ബാറക്കല്ലാഹ്, അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ സഹാബാക്കളാണ്. അവരൊക്കെ ആരാ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൊച്ചുമ്മയുടെ മകളാണ്. അതേപോലെ തന്നെ ബൈളാ, ആതിക, അർവ, ബറ എന്ന് പറഞ്ഞ കൊച്ചുമ്മയുണ്ട്.
ഈ കൊച്ചുമ്മയുടെ പ്രത്യേകത, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ മറ്റൊരാളാണ് ആര്? ഉമ്മു സലമ റളിയല്ലാഹു അൻഹ അല്ലേ. ഉമ്മു സലമയുടെ ആദ്യത്തെ ഭർത്താവ് ആരാ? അബൂ സലമ റളിയല്ലാഹു അൻഹു. അവർ തമ്മിൽ ഭയങ്കര നല്ല ബന്ധത്തിലായിരുന്നു. പിന്നീട് അബൂ സലമ മരണപ്പെട്ടു പോകുന്നു. ഈ അബൂ സലമ ഈ ബർറയുടെ മകനാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൊച്ചുമ്മയുടെ മകനാണ് ആര്? ഈ അബൂ സലമ. അതുകൊണ്ടാണ് നമ്മൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാലുകുടി ബന്ധത്തിലുള്ള സഹോദരന്മാരെ കുറിച്ച് പറഞ്ഞപ്പം അബൂലഹബിൻ്റെ അടിമ സ്ത്രീ സുവൈബ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും പാല് കൊടുത്തിട്ടുണ്ട്, അബൂ സലമക്കും പാല് കൊടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാലുകുടി സഹോദരന്മാരിൽ ഒരാൾ അബൂ സലമയാന്ന് പറയും. അത് എന്തുകൊണ്ടാണ് കൊടുത്തത്? അബൂലഹബിൻ്റെ പെങ്ങളെ കുട്ടിയാണ് അബൂ സലമ അല്ലെ. അബ്ദുൽ മുത്തലിബിൻ്റെ മക്കളാണ് ആര്? ബർറയും അബൂലഹബും ഒക്കെ. അപ്പോൾ അബൂലഹബിൻ്റെ പെങ്ങളെ കുട്ടിയാണ് ശരിക്കും എന്ത് ഈ പറഞ്ഞ അബൂ സലമ. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സുവൈബ പാല് കൊടുത്തത്, അബൂ സലമക്കും സുവൈബ. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തെ കൊച്ചാപ്പന്മാരെ കൊച്ചുമാരിനെ ഒരിക്കലും മറന്നു. നേരിട്ടുള്ള കൊച്ചാപ്പന്മാർ എത്ര പേരാളെ? 2 പേർ. ഒന്ന് അബൂ താലിബ്, 2 സുബൈർ. കൊച്ചുമ്മമാരോ 5 പേരാളെ. ഒന്ന് ഉമൈമ, പിന്നെ ബർറ. അത് 2 പേരെ നമ്മൾ മറക്കൂല, ബന്ധമുള്ളതുകൊണ്ട്. പിന്നെ ബൈളാ, ആത്തിക, അർവ. ഈ 3 പേരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൊച്ചുമ്മമാരായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ അബൂ താലിബിനെ ഏൽപ്പിച്ചിട്ടാണ് അബ്ദുൽ മുത്തലിബ് പോയതും. അബൂ താലിബിനും ഭയങ്കര സ്നേഹമായിരുന്നു. അബൂ താലിബിൻ്റെ പ്രത്യേകത, ഞാനത് കിതാബിൽ നിന്ന് അങ്ങനെ തന്നെ വായിക്കട്ടെ. അബൂ താലിബും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയായിട്ടുള്ള ബന്ധം കിതാബിൽ തന്നെ വായിക്കാം. അബൂ താലിബിൻ്റെ പ്രത്യേകത, വകാന അബൂ താലിബ് ലാ മാല ലഹു. ഒന്നാമത്തെ പ്രത്യേകത, തീരെ സമ്പത്ത് ഉണ്ടായിരുന്നില്ല. ബാങ്ക് ബാലൻസ് 0 ആയിരുന്നു. ദരിദ്രനായിരുന്നു, ഒരു പാവപ്പെട്ടവനാണ്. പക്ഷേ വകാന യുഹിബ്ബുഹു ഹുബ്ബൻ ശദീദൻ ലാ യുഹിബ്ബു വലദു. അദ്ദേഹത്തിന് ഏകദേശം 5-6 മക്കളുണ്ട്. ഈ മക്കളെ ഒന്നും ഇഷ്ടപ്പെടാത്ത ഭയങ്കരമായ ഇഷ്ടം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ്. നബി തങ്ങളോട് ഭയങ്കര സ്നേഹം. അപ്പോൾ നമ്മൾ പറഞ്ഞു, അബ്ദുൽ മുത്തലിബിൻ്റെ അടുക്കൽ, ഉപ്പാപ്പയുടെ അടുക്കൽ ജീവിച്ചിരിക്കുന്ന സമയത്ത്, ഉറങ്ങുന്ന സമയത്ത് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കയറിപ്പോകാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ അബൂ താലിബിൻ്റെ അടുക്കൽ വന്നപ്പോഴോ വകാന ലാ യനാമു ഇലാ ജംബിഹി. അബൂ താലിബിന് ഉറങ്ങണമെങ്കിൽ റസൂലിൻ്റെ അടുത്ത് വരണമായിരുന്നു. റസൂലുള്ളാഹിനെ കെട്ടിപ്പിടിച്ചിട്ട് മാത്രമേ അബൂ താലിബ് ഉറങ്ങുമായിരുന്നുള്ളൂ എന്നാണ്. യഖ്റുജു ഫയഖ്റുജു. പുറത്തിറങ്ങുമ്പോൾ ഇങ്ങനെ ഡ്രസ്സൊക്കെ റെഡി ആയിട്ട് എൻ്റെ മോൻ എവിടെ എന്ന് ചോദിക്കും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു വരുമ്പോൾ നബിതങ്ങളെയും കൂട്ടിയിട്ട് മാത്രമേ നടന്നു പോകുമായിരുന്നുള്ളൂ എന്നാണ്. ഇനി നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറയുന്നുണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒറ്റപ്പെടലിനെ കുറിച്ച്, ലോൺലിനെസ്സിനെ കുറിച്ച് നമ്മളിങ്ങനെ ഒരുപാട് പറഞ്ഞു. നബിതങ്ങൾക്ക് ആരുമില്ലായിരുന്നു. പക്ഷേ ഈ സമയത്തൊക്കെ ഒരു അദൃശ്യ ശക്തി പോലെ നബിതങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു വലിയ ശക്തിയും പിന്തുണയും ഉണ്ടായിരുന്നു. അത് എവിടെ നിന്നുള്ള പിന്തുണയാണ്? അള്ളാഹുവിൻ്റെ ഭാഗത്തുള്ള പ്രത്യേക ഒരു നോട്ടവും കരുണയാണ്. ഉമ്മയില്ലെങ്കിൽ പോലും, ഉപ്പയില്ലെങ്കിൽ പോലും ഒരു ഉമ്മയേക്കാൾ 70 ഇരട്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചിരുന്ന നബിതങ്ങളുടെ റബ്ബ് നബിതങ്ങൾ എങ്ങനെയാണ് പോറ്റി വളർത്തിയത് എന്ന് മനസ്സിലാക്കി തരുന്ന കുറച്ച് സംഭവങ്ങൾ അബൂ താലിബിൻ്റെ വീട്ടിൽ വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ ഓരോരുത്തരും തിരിച്ച്. കാരണം എന്താ, ഈ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാത്രം അല്ല. ഈ റബ്ബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാത്രം റബ്ബല്ല. നമ്മൾ സാധാരണ അബ്ദുൽ ബാരി ഉസ്താദ് പറയും, ബാക്കി ഒരാൾ, ഇപ്പം നമുക്ക് റസൂലുള്ളാഹിൻ്റെ മുഖത്ത് വരെ നോക്കിയിട്ട് പറയാൻ പറ്റുന്ന ഒരേ ഒരു വാക്കുണ്ട്. എന്താ അത്? റബ്ബി വ റബ്ബുക്കല്ലാ. നബിയെ, എൻ്റെയും അങ്ങയുടെ റബ്ബ് അള്ളാഹു ആണെന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് നോക്കിയിട്ട് നബിയെ, എൻ്റെയും അങ്ങയുടെ നമസ്കാരം ഒന്നാന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അങ്ങനെയാണോ? നബിയെ, എൻ്റെയും അങ്ങയുടെ തഖ്വ ഒന്നാന്ന് പറയാൻ പറ്റുമോ? ഒന്നും പറ്റില്ല. പക്ഷെ ഒറ്റ കാര്യം നമുക്ക് പറയാം, നബിയെ, എൻ്റെയും അങ്ങയുടെ റബ്ബ് അള്ളാഹു. അത് എത്ര വലിയ വലിയനോടും നമുക്ക് പറയാം, എത്ര വലിയ ഷെയ്ഖിനോടും പറയാം, എത്ര വലിയ നബിയോടും പറയാം. അപ്പോൾ ഈ അള്ളാഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടിയ പരിഗണന അത് നബിതങ്ങൾക്ക് മാത്രം അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നതല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട മുഴുവൻ ദാസന്മാർക്കും അള്ളാഹു ഈ സ്നേഹം കൊടുക്കും. വലഖദ് കറംന ബനീ ആദം എന്ന് പറഞ്ഞു. വലഖദ് കറംനൽ അംബിയാ എന്നല്ല പറഞ്ഞു, അല്ലെങ്കിൽ വലഖദ് കറംന അഫ്ളലർ റുസുൽ എന്നല്ല പറഞ്ഞു, മറിച്ചോ മുഴുവൻ അടിമകളെയും ആദമിൻ്റെ മുഴുവൻ സന്തതികളെയും നാം ബഹുമാനിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ കിട്ടിയ പരിഗണനയെക്കുറിച്ച് നമ്മൾ ശരിക്കും പഠിക്കണം. എന്നിട്ട് നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഒറ്റക്കല്ല. ചില സമയങ്ങളിൽ എൻ്റെ വിഷമം കേൾക്കാൻ ആരുമില്ല, ഞാൻ ഒറ്റപ്പെട്ടു പോയോ, ഞാൻ കഷ്ടപ്പാടിലായി എന്നൊക്കെയുള്ള ചിന്ത വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കും, ഇല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒറ്റപ്പെടലിൽ അള്ളാഹു അവിടുത്തെ സഹായിച്ചതുപോലെ എന്നെയും സഹായിക്കുന്നുള്ളൊരു വിശ്വാസം നമുക്ക് ഉണ്ടാവണം. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, വക്കാന യഖുസ്സുഹു ബിത്താം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രത്യേകം ഭക്ഷണമൊക്കെ കൊണ്ട് കൊടുക്കുമായിരുന്നു അബൂ താലിബും. അപ്പോൾ ഈ അബൂ താലിബിൻ്റെ വീട്ടിലേക്ക് ഭക്ഷണം വളരെ കുറച്ചേ കിട്ടും. കുറച്ച് ഒട്ടകങ്ങൾ ഉണ്ടായിരുന്നു, അതിൽ നിന്ന് എപ്പോഴെങ്കിലും പാല് കറന്നാൽ ആ പാലും കുറച്ച് ഈത്തപ്പഴമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അവരുടെ വീട്ടിൽ. ഈ ഭക്ഷണ സാധനങ്ങൾ അബൂ താലിബിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവച്ച് അബൂ താലിബിൻ്റെ ബാക്കിയുള്ള മക്കളൊക്കെ ഒന്നെങ്കിൽ ഒരുമിച്ചിരുന്ന് കഴിച്ചു, അല്ലെങ്കിൽ ഒറ്റക്കൊറ്റക്കിരുന്ന് കഴിച്ചു എന്ന് വിചാരിക്കുക, ആർക്കും വയറ് നിറയുമായിരുന്നില്ല. അതത്രേ ഉള്ളൂ. പക്ഷെ അബൂ താലിബ് ശ്രദ്ധിച്ചപ്പം ഈ കഴിക്കുന്ന കൂട്ടത്തിൽ, മക്കളുടെ കൂട്ടത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് ഇരിക്കുമായിരുന്നെങ്കിൽ ഇരുന്ന സമയത്തൊക്കെ എല്ലാവർക്കും മതിയാവും. അല്ലാഹു അക്ബർ. അത് ഞാൻ പറഞ്ഞത്, ഉമ്മയില്ലെങ്കിലും ഉപ്പയില്ലെങ്കിലും സാധനം വാങ്ങിച്ചു കൊടുക്കുക. ഈ സാധനങ്ങളും ഭക്ഷണ സാധനങ്ങളൊക്കെ കൊടുക്കേണ്ടതാണ്. ഉപ്പയല്ലേ പോയിട്ട് വരുമ്പോൾ, ഇല്ലെങ്കിൽ ആരുണ്ട്?
അള്ളാഹു കൂടെ ഉണ്ട്. അപ്പോൾ അബൂ താലിബിൻ്റെ വീട്ടിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവർ ഒരുമിച്ചിരുന്ന് കഴിച്ചാൽ അല്ലെങ്കിൽ അവർ ഒറ്റയ്ക്കിരുന്ന് കഴിച്ചാൽ ഈ ഭക്ഷണം ആർക്കും മതിയാവില്ല, എല്ലാവർക്കും വിശപ്പുണ്ടാവും. അതേ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കൂട്ടത്തിൽ വന്നിരുന്ന് കഴിക്കുകയാണെങ്കിൽ എല്ലാവർക്കും മതിയാവും. ഇത് അബൂ താലിബ് നോട്ട് ചെയ്തു, ഇത് അബൂ താലിബ് മനസ്സിലാക്കി. എന്നിട്ട് അദ്ദേഹം സാധാരണഗതിയിൽ ഭക്ഷണം ഇങ്ങനെ കൊണ്ടുവച്ചാൽ ബാക്കിയുള്ള കുട്ടികളൊക്കെ ചട്ടപ്പടയെന്ന് വന്നിട്ട് അതിൽ നിന്ന് പിന്നെ മാന്തി പറിച്ചെടുത്ത് തിന്നാൻ വേണ്ടി നോക്കുമ്പോൾ അദ്ദേഹം പറയാറ് കമാ അൻതും ഹത്തായ എത്തി വലതി, എല്ലാവരും അവിടെ ആരും കൈയിട്ട് പോകരുത്, ഹത്തായ എത്തി വലതി, എൻ്റെ മോൻ വരുന്നത് വരെ, എൻ്റെ മോൻ വന്നിട്ട് നിങ്ങൾ കൈയിട്ടെന്നാൽ മതി. അള്ളാഹിൻ്റെ പരിഗണന നോക്കിയ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഭക്ഷണം നഷ്ടപ്പെടാൻ പാടില്ല, പോഷകം കിട്ടാണ്ടിരിക്കാൻ പാടില്ല. നബി തങ്ങൾക്ക് കൃത്യ ടൈമിൽ ഭക്ഷണം കിട്ടണം. അതിന് വേണ്ടിയിട്ട് അള്ളാഹു കാണിച്ചു വെച്ച ഒരു വഴി നോക്കിയ, തർത്തീബ് നോക്കിയ, എപ്പം ഭക്ഷണം കൊണ്ടുവച്ചാൽ ബാക്കിയുള്ളവർ ചാടിക്കയറിയിട്ട് അതിൽ നിന്ന് വാരിയെടുക്കാൻ നോക്കിയാൽ അബൂ താലിബ് പറയും കമാ അൻതും, എല്ലാവരും അവിടെ നിൽക്കും, ഹത്തായ എത്തിയ വലതി, എൻ്റെ മോൻ വന്നിട്ട് കൈ തൊട്ടാൽ മതി എന്ന് പറയും. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നതിന് ശേഷം അവർ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ ഫകാനു യുഫ്ളിലൂന മിൻ തആമിഹിം, എല്ലാവരും കഴിച്ചിട്ടും ഭക്ഷണം ബാക്കിയാവും. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇല്ലെങ്കിലോ ആർക്കും എത്തൂല. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് അബൂ താലിബ് പറയുമായിരുന്നു അത്രേ, ഇന്നക ല മുബാറക്, എൻ്റെ പൊന്നുമോനെ നീ ഭയങ്കര ബർക്കത്താക്കപ്പെട്ട മോനാണ് കേട്ടോ, ഇന്നക ല മുബാറക്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇത്രയെല്ലാം മുഅ്ജിസത്തുകൾ, ഇത്രയെല്ലാം കറാമത്തുകൾ നേരിട്ട് കണ്ടിട്ടും അബൂ താലിബിന് വിശ്വാസിയാകാനുള്ള ഭാഗ്യം അല്ലാഹു കൊടുത്തിട്ടില്ല കേട്ടോ. എല്ലാവരും അൽഹംദുലില്ലാഹ് പറയും, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മളെപ്പോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാനുള്ള ഭാഗ്യം അബൂ താലിബിന് കിട്ടി. ചെറുപ്പത്തിൽ തൊട്ട് അബൂ താലിബ് കാണാൻ തുടങ്ങിയത് അള്ളാഹുവിൻ്റെ പ്രത്യേക കരങ്ങൾ അല്ലേ. പക്ഷെ ഇത്രയും അധികം മുഅ്ജിസത്തുകളും കറാമത്തുകളൊക്കെ കണ്ടിട്ടും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാനുള്ള ഭാഗ്യം അള്ളാഹ് ആർക്കേ തന്നിട്ടുള്ളൂ? ഒരു ഗതിയും കഥയും ഇല്ലാത്ത, ഒരു അർഹതയില്ലാത്ത, ഈ ഭാഗ്യം കിട്ടിയിട്ടും അള്ളാഹുവിനെ പലതരത്തിലും ധിക്കരിക്കാൻ പറ്റുന്ന സമയങ്ങളിലൊക്കെ ധിക്കരിച്ച് നടന്ന നമുക്കാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് ജീവിക്കാനുള്ള ഭാഗ്യം. അള്ളാഹു അതിലെ ആ കലിമത്ത് തൗഹീദിൽ അടിയുറച്ച് നിന്നുകൊണ്ട് ജീവിക്കാനും മരിക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് മാത്രമല്ല, അള്ളാഹുവിൻ്റെ പരിഗണന ഇവിടെ കൊണ്ടൊന്നും തീരുന്നില്ല. രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കുട്ടികളുടെ കൂടെ കിടന്നുറങ്ങാം. താലിബ്, ജാഫർ, അഖീൽ എന്ന് പറഞ്ഞാൽ ഈ കുട്ടികളുണ്ട്, ഈ കുട്ടികളുടെ കൂട്ടത്തിലെ കിടന്നുറങ്ങാം. രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ പരിഗണന നോക്കണേ. രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ബാക്കിയുള്ള കുട്ടികളൊക്കെ നോക്കി അവരുടെ മുടികളൊക്കെ ജട പിടിച്ചല്ലേ, രാത്രി ഇങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞാൽ മുടികളൊക്കെ ഇങ്ങനെ ജട പിടിച്ചിട്ട്, അതുപോലെ കണ്ണിലൊക്കെ ഇങ്ങനെ ചീള എന്നല്ല പറയൽ, ചീളൊക്കെ നിറഞ്ഞാൽ വെളുത്ത സാധനമൊക്കെ ഇങ്ങനെ നിറഞ്ഞിട്ട് അങ്ങനെയല്ല കുട്ടികൾ എഴുന്നേക്കാം, സീറൊക്കെ ഒലിപ്പിച്ച് അങ്ങനെ ആയിരിക്കും ബാക്കിയുള്ള കുട്ടികളൊക്കെ രാവിലെ എഴുന്നേക്കുക. പക്ഷെ അബൂ താലിബ് രാവിലെ തന്നെ വന്ന് നോക്കുമ്പം എല്ലാ ദിവസവും രാവിലെ ഈ കുട്ടികൾ ഇങ്ങനെയാണെന്ന് എഴുന്നേക്കില്ലെങ്കിലും വയുസ്ബിഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദഹീനൻ കഹീല, നല്ല സുറുമ എഴുതിയിട്ട് തലയിൽ എണ്ണ ഇട്ട രീതിയിലായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുക. രാവിലെ സാധാരണഗതിയിൽ രാവിലെ എഴുന്നേറ്റപാട് മുഖം കഴുകി കൊടുക്കേണ്ടത്, പല്ലേപ്പിച്ച് കൊടുക്കേണ്ടത്, ചെറിയ കുട്ടിയാണെങ്കിൽ പാമ്പേഴ്സ് ഇട്ട് ഇടിപ്പിച്ച് കൊടുക്കേണ്ട ആരാ? ഉമ്മയാണ്. പക്ഷെ ഉമ്മ ഇവിടെ ഇല്ല. പക്ഷെ ആരുണ്ട്? ആ ഉമ്മയുടെയും രക്ഷിതാവായ, ആ ഉമ്മയേക്കാൾ 70 ഇരട്ടി ഈ മകനെ സ്നേഹിക്കുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ട്. അതാ ഞാൻ പറഞ്ഞത്, നമുക്കാരും ഇല്ലാന്ന് തോന്നുമ്പോൾ ഈ സംഭവങ്ങളൊക്കെ ആലോചിച്ചാൽ മതി, എൻ്റെ റബ്ബുണ്ട് എൻ്റെ കൂടെ. അത് തരുന്ന ഒരു കോൺഫിഡൻറ്റ് വല്ലാത്തൊരു കോൺഫിഡൻറ്റാണ്. അത് വേറൊന്നും നമുക്ക് തരാൻ കഴിയില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മാത്രം കണ്ണൊക്കെ നല്ല സുറുമയിട്ട് എഴുതിയിട്ട് തലയിൽ എണ്ണ തേച്ച് വൃത്തിയായി ചെയ്യുക രീതിയിലായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുക എന്ന് ചരിത്രത്തിൽ കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ അതിനുശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ അബൂ താലിബിൻ്റെ വീട്ടിൽ വളർന്നു, കുറച്ചങ്ങോട്ട് വലുതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത്യാവശ്യം ആരോഗ്യവും ശരീരപുഷ്ടിയൊക്കെ വന്ന ഏകദേശം ഒരു 12 വയസ്സിന് മുമ്പ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു പ്രായം. അപ്പം നബിതങ്ങളുടെ മാന്യത നോക്കണേ. അബൂ താലിബിൻ്റെ ബുദ്ധിമുട്ടൊക്കെ റസൂലുള്ളാഹിക്ക് മനസ്സിലായി. എന്ത് തന്നെയായാലും എന്നെ കുറേ സ്നേഹിക്കുന്നുണ്ട്, എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും അദ്ദേഹം വളരെ ബുദ്ധിമുട്ടിലാണ് കഴിയുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ താലിബിനോട് പറഞ്ഞു, മാമ അങ്ങനെയാണ് കൊച്ചാപ്പ, അങ്ങനെയാണെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ഞാൻ ആടിനെ മേയ്ക്കാൻ പോകാമെന്ന് പറഞ്ഞു. നിങ്ങൾ വേറൊരു വീട്ടിൽ അവർക്കൊരു ബുദ്ധിമുട്ടായിട്ട് അവർക്കൊരു കഷ്ടപ്പാടായിട്ട് കഴിയുന്ന റസൂലുള്ളാഹിക്ക് ഒരിക്കലും ഇഷ്ടമായിരുന്നില്ല. റസൂലുള്ള പറഞ്ഞു, അങ്ങനെ സഹായിക്കാൻ കഴിയുന്ന രീതിയിലൊക്കെ ഞാൻ സഹായിക്കാം എന്ന് പറഞ്ഞിട്ട് 12 വയസ്സിന് മുമ്പ് ഈ ചെറിയ ബാലൻ നേരെ ആടിനെ മേയ്ക്കാൻ വേണ്ടി പോയി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബാക്കളോട് പറഞ്ഞു, മാ ബഅസല്ലാഹു നബിയ്യൻ ഇല്ലാ റഅൽ ഗനമ, അള്ളാഹു ഏതൊക്കെ നബിയെ അയച്ചിട്ടുണ്ടോ അവരൊക്കെ ആടിനെ മേയിച്ചിട്ടുണ്ടെന്നാണ്. കാരണം എന്താ? ആടിനെ മേയ്ക്കുന്നതിലൂടെ നമുക്ക് കുറേ ഗുണങ്ങൾ കിട്ടും. ഒരു സമൂഹത്തെ മേയ്ക്കണമെങ്കിൽ വ്യത്യസ്ത സ്വഭാവവും കോലവും രീതിയൊക്കെ ഉള്ള ആളുകളെ മേയ്ക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? കുറച്ചാൾ ആടിനെ പോലുള്ള സാധനങ്ങളെ മേയ്ക്കണം. എന്നാലേ അതിലൂടെ കുറച്ച് നമുക്കൊരു സ്കിൽസ് കിട്ടാനുണ്ട്. പ്രധാനപ്പെട്ടിട്ട് ഒരു 3-4 ഗുണങ്ങളാണ് ആടിനെ മേയ്ച്ചാൽ കിട്ടും. ഒന്ന് സബർ കിട്ടും. കാരണം എന്ന് പറഞ്ഞാൽ ആടിനെ മേയ്ക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ AC റൂമിൽ ഇരുന്നിട്ട് ആടിനെ മേയ്ക്കാൻ കഴിയില്ലല്ലോ.
മരുഭൂമിയിലെ ചൂട് സഹിച്ചിട്ട് അതിൻ്റെ പിന്നാലെ പോയി കഷ്ടപ്പെട്ടിട്ട് വേണം ആടിനെ മേയ്ക്കാൻ വേണ്ടി. ഇപ്പോൾ ചിലപ്പോൾ വെള്ളം കയ്യിൽ കരുതിയിട്ടുണ്ടാവും, വെള്ളം പകുതിക്കുന്ന തീരും, പിന്നെ വൈകുന്നേരം വരെ ദാഹിച്ച് കഴിയേണ്ടി വരും. ഭക്ഷണ സാധനങ്ങൾ ചിലപ്പോൾ പെട്ടെന്ന് തീർന്നു പോകും, പിന്നെ വിശന്ന് കഴിയേണ്ടി വരും. ഇങ്ങനെയൊക്കെ കുറേ ക്ഷമയെ പരീക്ഷിക്കുന്ന കുറേ സന്ദർഭങ്ങളുണ്ട്. നല്ല ക്ഷമ കിട്ടും. രണ്ടാമത്തത് നല്ല തവാളുഅ കിട്ടും. അധികവും ഉറങ്ങേണ്ടത് എവിടെയായിരിക്കും? ഈ ആട്ടിൻ്റെ കൂട്ടത്തിലായിരിക്കും ഉറങ്ങേണ്ടത്. അതിൻ്റെ കൂട്ടത്തിൽ നോക്കുമ്പോൾ അതിൻ്റെ മൂത്രവും കാഷ്ടവും ഒക്കെ ചിലപ്പോൾ ദേഹത്തൊക്കെ പറ്റും. ഇങ്ങനെയൊക്കെ നമ്മളെ കൊച്ചായിക്കൊണ്ട്, നമ്മൾ ചെറുതായിക്കൊണ്ട് നമുക്ക് നല്ല താഴ്മ ആടിനെ മേയിച്ചാൽ കിട്ടും. മൂന്നാമത്തത് ശുജാഅത്ത്, നല്ല ധൈര്യം കിട്ടും. കാരണം അന്ന് മരുഭൂമിയിൽ ചെന്നായിയുടെ അക്രമങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഉണ്ടാവും, പ്രത്യേകിച്ച് ആട്ടും കൂട്ടങ്ങൾക്കെതിരെ. അപ്പോൾ ഈ ആട്ടിൻ്റെ കൂട്ടങ്ങൾക്കെതിരെ ചെന്നായൊക്കെ ചാടി വീണാൽ അതിനെ തടയേണ്ട ഉത്തരവാദിത്വം ആർക്കാം? ഈ ആട്ടിടയനാണ്. അപ്പോൾ ഈ ചെറുപ്രായത്തിൽ തന്നെ നല്ല ധൈര്യമാണ് ആടിനെ മേയ്ക്കണമെങ്കിൽ. പിന്നെ അതേപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആടിനെ മേയിച്ചതിലൂടെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഗുണം, സ്വന്തം വിയർപ്പ് ഉറ്റിച്ചുകൊണ്ട് സ്വന്തം കൈ കൊണ്ട് സമ്പാദിച്ച പണം കൊണ്ട് ഭക്ഷിക്കുക എന്ന ഉയർന്ന തറവാടിത്തത്തിൻ്റെ ഗുണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിലൂടെ കൈവരിച്ചു. ഏകദേശം ഒരു പ്രായമായപ്പോൾ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബാക്കിയുള്ളവരെ ആശ്രയിച്ച് കഴിയാതെ സ്വന്തം അധ്വാനത്തിലൂടെ അധ്വാനിച്ച് കഴിക്കുന്നു. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നീടുള്ള അധ്യാപനങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും, മാ അകല അഹദുൻ തആമൻ ഖത്തു ഖൈറൻ മിൻ അൻ യഅകുല മിൻ അമലി യദിഹി. ഒരു മനുഷ്യനും ഒരു ഭക്ഷണവും കഴിച്ചിട്ടില്ല സ്വന്തം കൈ കൊണ്ട് അധ്വാനിച്ച് തിന്നുന്ന ഭക്ഷണത്തേക്കാൾ ഹൈറായിട്ട്. ഏറ്റവും ഹൈറായ ഭക്ഷണം ഏതാ നമ്മൾ കഴിക്കുന്നത്? സ്വന്തം കൈ കൊണ്ട് അധ്വാനിച്ചിട്ട്. ഇതിങ്ങനെ ഒരു നേതാവിന് പറയണമെങ്കിൽ എന്ത് വേണം? ചെറുപ്പകാലം മുതൽ അങ്ങനെയുള്ള അനുഭവങ്ങൾ, അങ്ങനെയുള്ള പച്ചയായ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നുപോയ ഒരാൾക്ക് മാത്രമേ ഒരു യഥാർത്ഥ നേതാവാകാൻ കഴിയൂ. ഇല്ലെങ്കിൽ റസൂലുള്ളാഹിക്ക് ഇങ്ങനെ പറയാൻ കഴിയുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇന്ന നബിയല്ലാഹി ദാവൂദ് അലൈഹിസ്സലാം കാന യഅകുലു മിൻ അമലി യദിഹി. നബി തങ്ങൾ സ്വന്തത്തെക്കുറിച്ച് പറഞ്ഞില്ല, ഞാൻ ചെറുപ്പത്തിലത്തെ അങ്ങനെയായിരുന്നു എന്ന് പറയുന്നത് പോലെ നബി തങ്ങൾ എന്ത് പറഞ്ഞു? അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് അതിലൂടെ കിട്ടുന്ന പൈസ കൊണ്ട്, പണം കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന ആളായിരുന്നു. അതുകൊണ്ട് ഏറ്റവും ഹൈറായ ഭക്ഷണം ആദമിൻ്റെ സന്തതി കഴിക്കുന്നത് സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച ഭക്ഷണമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ, അപ്പോൾ ഈ നബിമാരെല്ലാവരും ആടിനെ മേയ്ക്കുമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ സഹാബാക്കൾ ചോദിച്ചു, വഅൻത യാ റസൂലല്ലാഹ്, നബി തങ്ങൾ അങ്ങും നബിയല്ലേ, അങ്ങും ആടിനെ മേയിച്ചിരുന്നു എന്ന് ചോദിച്ചപ്പോൾ നഅം, ഞാൻ ആടിനെ മേയിച്ചിരുന്നു. കുന്തു അർആഹ അലാ ഖറാറീത ലി അഹ്ലി മക്ക, മക്കക്കാരുടെ ആടുകളെ ചില നാണയത്തുട്ടുകൾക്ക് പകരമായിട്ട് ഞാൻ അവർക്ക് വേണ്ടി മേയിച്ചു കൊടുത്തു എന്ന്. അതെപ്പോഴാ? ഈ 12 വയസ്സിന് മുമ്പുള്ള സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കക്കാരായ ആളുകൾക്ക് ഈ ചെറിയ നാണയത്തുട്ടുകൾക്ക് വേണ്ടിയിട്ട് ആടിനെ മേയിച്ചു കൊടുത്തു എന്നാണ്. അതിനുശേഷം ഏകദേശം 12 വയസ്സാകുമ്പോഴാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സാധാരണ അറബികൾ 12 വയസ്സായി, അപ്പോൾ പിന്നെ അറബികൾ ഭയങ്കര എന്താ പറയുക, ഉയർന്ന വിഷനും ഉയർന്ന കാഴ്ചപ്പാടും ഒക്കെ ആയിരുന്നു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അറബികൾ സാധാരണ 2 കച്ചവട യാത്രകളാണുള്ളത്, ഒന്ന് ഷാമിലേക്കും പിന്നൊന്ന് യമനിലേക്കും, രണ്ട് സീസണുകളിലുള്ള യാത്ര. ഇതായിരുന്നു അവരുടെ മെയിൻ വരുമാന മാർഗ്ഗം. അപ്പോൾ അബൂ താലിബും ബാക്കിയുള്ള ആളുകളൊക്കെ ഈ കച്ചവടത്തിന് വേണ്ടി പോകുമായിരുന്നു. അപ്പോൾ ആടിനെ കുറച്ച് നാൾ മേയിച്ചിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തയിലേക്ക് കടക്കാൻ പറഞ്ഞു. അബൂ താലിബിനോട് എനിക്ക് കച്ചവട സംഘത്തോടൊപ്പം വരണം, ആ കാര്യങ്ങളൊക്കെ പഠിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് 12ാമത്തെ വയസ്സിൽ നിർബന്ധം പിടിച്ച് അബൂ താലിബിൻ്റെ കൂടെ ഷാമിലേക്ക് ഒരു യാത്ര പോകുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് പറയേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് പറയാനും കേൾക്കാനും ഒക്കെയുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുവാണ്. ഇപ്പോൾ ഏകദേശം 7 പാർട്ടായി കേട്ടോ. എത്ര പാർട്ടായി? 7 പാർട്ടായി. ഇനി അടുത്ത 8ാമത്തെ പാർട്ടാണ് എടുക്കേണ്ടത്. അതെപ്പോൾ എടുക്കണമെന്ന് ഇൻഷാ അല്ലാഹ് ഇത്തികാഫ് ഇതൊക്കെ ആയതുകൊണ്ട് ഒരുപാട് തിരക്കുകളുണ്ട്. ഇൻഷാ അല്ലാഹ് പറ്റുന്ന സമയത്ത് റമദാൻ്റെ മുമ്പ്, പെരുന്നാളിന് മുമ്പ് പറ്റുമെങ്കിൽ നോക്കാം, ഇല്ലെങ്കിൽ പെരുന്നാളിന് ശേഷം ഇൻഷാ അല്ലാഹ് എപ്പോഴെങ്കിലും സമയത്ത് എടുക്കാം. അല്ലാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.